ഈ പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം അറിഞ്ഞിരിക്കണം. ഇപ്പൊ പലയിടത്തും വരുന്ന പ്രശ്നമാണ്, ഭാര്യയ്ക്ക് അറിയില്ലേ ഭർത്താവിന്റെ കയ്യിലുള്ള ഫിനാൻസ് എന്താന്നുള്ളത്. അതുകൊണ്ട് അവര് ദൂർത്ത് ചെലവ് ചെയ്യുന്നു, അയാളെ പെട്ടുപോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നു കേൾക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോ അത് ഹസ്ബൻഡ് ആയാലും വൈഫായാലും ആൾക്ക് ആളുടേതായ ഇഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ഏതൊരു കാര്യത്തിനും പോയി ഡൈവേഴ്സ് ചെയ്യാന്നുള്ളതിൽ ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാനൊരു 80s കിഡാണ്. സോ എനിക്ക് ആ ഒരു ചിന്ത, ഡൈവേഴ്സ് എന്നുള്ള ചിന്ത തന്നെ ഞാൻ അത്ര Accept ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്. നമസ്കാരം. RTV24/7 നമുക്കിപ്പം ഉള്ളത് ജയപ്രഭയാണ്. എഴുത്തുകാരിയാണ്, സൈക്കോളജിസ്റ്റാണ്. നമസ്കാരം ജയപ്രഭ, വെൽക്കം ടു RTV24/7. താങ്ക് യു സോ മച്ച് ദിവ്യ. നമസ്കാരം. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരിയാണ് എൻ്റെ വീട്. ഹസ്ബൻഡ് വേങ്ങശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതും പാലക്കാട് ജില്ലയാണോ? പാലക്കാട് ജില്ലയാണ്. രണ്ടുപേരും നേരത്തെ പ്രണയവിവാഹം വല്ലതും? അല്ല, അറേഞ്ച് മാരേജ് ആയിരുന്നു. റിലേറ്റീവ്സ് ആണ്, പക്ഷെ അറേഞ്ച് മാരേജ് ആയിരുന്നു. പഠിച്ചത് പാലക്കാട്. സ്കൂളിംഗ് ഞാൻ ചെറുപ്പശ്ശേരി തന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചത്. അതിനുശേഷം ആ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നല്ലോ, പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ ചെയ്തത് മേഴ്സി കോളേജ് പാലക്കാട്. സൈക്കോളജി ഞാൻ 40 വയസ്സിന് ശേഷം 2 മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്ത ആളാണ്. ആദ്യം MBA ചെയ്തു മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ, കാരണം അത് മാർക്കറ്റിംഗ് ആണ് എൻ്റെ ജോലി. അത് കഴിഞ്ഞ് ഞാൻ MA സൈക്കോളജി ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ അത് ഫിനിഷ് ചെയ്തത്. രണ്ടും ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത്. നമ്മളിപ്പോൾ പൊതുവെ കണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആത്മഹത്യ പ്രവണത. എസ്പെഷ്യലി ഫാമിലി ലൈഫിലായാലും ഒരു അപ്കമിങ് മാരേജ് കഴിഞ്ഞു ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 2 ഇയറിൻ്റെ ഉള്ളിൽ ഒരു വളരെ നമുക്ക് കണ്ടു നിൽക്കാൻ കേട്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള സൂയിസൈഡ് മെൻറ്റാലിറ്റിയിലേക്കാണ് ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നത്. അല്ലെങ്കിൽ മറുവശത്തുള്ള ആൾ അവരെ ഒരു മർഡർ ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താണ് ഈ ഒരു ആൾക്കാരുടെ മനസ്സിത്രയും ഒരു സൂയിസൈഡ് ചെയ്യാൻ തക്കവണ്ണം ഒരു രീതിയിലേക്ക് ഒരാളുടെ മനസ്സെത്താനുള്ള സൈക്കോളജിക്കലി അതിൻ്റെ ഒരു ഫാക്റ്റ് എന്തായിരിക്കാം? നമ്മൾ കല്യാണം കഴിക്കുന്നത് 2 പേര് 2 സ്ഥലത്ത് വളർന്ന ആളുകൾ, 2 സംസ്കാരമായിരിക്കാം, ചിലപ്പോൾ 2 തരമല്ല പലതരം നേച്ചറിൽ വരുന്നവരായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള 2 പേരാണ് യോജിക്കുന്നത്. അത് അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും എന്തായാലും വ്യക്തികൾ മാറുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ആ ഒരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു റൂട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു റൂട്ട് ക്രിയേറ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ജോലി, ഇപ്പോഴത്തെ കുട്ടികൾ മോസ്റ്റ്ലി എല്ലാം ജോലിയായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. 2 പേരും ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ എനിക്ക് ജോലി ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ മാത്രം ഫോക്കസ് ചെയ്യുക, അപ്പുറത്തെ പാർട്ട്ണർ ഹൂവർ ഇറ്റ് ഈസ്, ആണോ പെണ്ണോ ഞാൻ പറയുന്നില്ല, അവര് പാർട്ട്ണറിനെ ഏത് വിധത്തിലോ മെന്റലി ആണെങ്കിലും എങ്ങനെയും സപ്പോർട്ട് ചെയ്യാതെ പോവുകയാണെങ്കിൽ ആ ബന്ധം നന്നായി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കണം, 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നും ഈ ഒരു ബോണ്ട് സ്ട്രോങ് ആവുന്നില്ല. ഞാൻ 25 വർഷം കഴിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 5 വർഷമെങ്കിലും വേണം നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ. പാർട്ട്നേഴ്സിനെ മനസ്സിലാക്കാൻ തന്നെ ഒരു 5 വർഷം വേണം. പിന്നെ ഒരു 5 to 10 ഇയേഴ്സിൽ നമ്മൾ ആ ബോണ്ട് സ്ട്രോങ് ആവും. അപ്പോഴേക്കും നമ്മളുടെ കുട്ടികൾ, അങ്ങനെ നമ്മുടെ കുടുംബം ഒന്നുകൂടി വലുതായി. അപ്പൊ പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടും, പരസ്പരം നമ്മൾ അറിയും ഒരുപാട്. അങ്ങനെയൊക്കെ ആയി അത് കഴിയുമ്പോൾ ഒരു 10 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിരിക്കും. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം ബിക്കോസ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ എന്താ പറയാ, ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റേ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അങ്ങനെ എത്തി തുടങ്ങി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് പോകും. പക്ഷെ ആദ്യത്തെ ഈ 2 വർഷത്തോളം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോ അത് ഹസ്ബൻഡ് ആയാലും വൈഫായാലും ആൾക്ക് ആളുടേതായ ഇഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സൈക്കോളജിയിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്നത് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആളെ ആസ് സച്ച് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പൊ ദിവ്യയാണെങ്കിൽ ദിവ്യയായിട്ട് കാണാൻ ഞാൻ, എന്നിട്ട് ദിവ്യയെ ഞാൻ മൗൾഡ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും ദിവ്യക്ക് ജയാവാൻ പറ്റില്ല, ജയക്ക് ദിവ്യാവാനും പറ്റില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. അപ്പോൾ അങ്ങനെ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ കുട്ടികളാണെങ്കിലും അവര് മനസ്സിലാക്കുക, പാർട്ട്ണർ ആരായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവത്തിനെ നമ്മൾ 2 വഴി കൂടെ കൊണ്ടുപോയിട്ട് അതിനെ ഒരു വഴിയിലേക്ക് എത്തിക്കാം.
പിന്നെ ഈ ഹരാസ്മെന്റും പ്രോബ്ലംസും ഉള്ളതിന് തീർച്ചയായിട്ടും ഞാൻ പറയാം, അത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ സ്റ്റേ ബാക്ക് ചെയ്യണതിൽ അർത്ഥമില്ല. അത് നമ്മൾ സഹിച്ച് 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 നമ്മൾ സ്വയം മരിക്കുന്നതിനെക്കാട്ടും നല്ലത് അതിന് ഉള്ള ആദ്യം നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ മറ്റോ കണ്ട് കുറച്ച് അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് സൊല്യൂഷൻസ് എടുക്കുക. ആ സൊല്യൂഷൻസ് ഓക്കെ ആവുന്നില്ലെങ്കിൽ ബെറ്റർ ഒഴിവാവുക, സെപ്പറേറ്റ് ആവുക, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ചെറിയ ഏതൊരു കാര്യത്തിനും പോയി ഡൈവേഴ്സ് ചെയ്യാന്നുള്ളതിൽ ഒരിക്കലും എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാനൊരു 80s കിഡാണ്. സോ എനിക്ക് ആ ഒരു ചിന്ത, ഡൈവേഴ്സ് എന്നുള്ള ചിന്ത തന്നെ ഞാൻ അത്ര Accept ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക്. പക്ഷേ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് സ്വന്തം ജീവിതം നശിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ പല ആളുകളും ഒരുപാട് പൈസയും ഒരുപാട് സ്വർണവും ഒക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചതാണ് വീട്ടുകാര്. എന്നിട്ടൊക്കെ എന്തൊക്കെയായാലും ഇങ്ങനെ അവര് ഭർത്താക്കന്മാർ ഇത്രമാത്രം ഹരാസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. പക്ഷെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് ഒരിക്കലും നമ്മൾ ചാടിക്കേറി ഡൈവേഴ്സിലോട്ട് ചാടരുതെന്നേ ഞാൻ പറയുള്ളൂ. ആവശ്യമുള്ളിടത്ത് ഡൈവേഴ്സ് അത്യാവശ്യം തന്നെയാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ സംസാരിച്ചിട്ടുള്ള ആളുകളിൽ നിന്നും മറ്റും കിട്ടിയ ഒരു അഭിപ്രായം എനിക്ക് അതാണ് പറയാനുള്ളത്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വിവാഹം കഴിച്ചു പോയിട്ട് പെൺകുട്ടി അമ്മയോട് വിളിച്ചിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് അമ്മ എനിക്ക് അവിടെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ പറയും ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നൊരു കൺസെപ്റ്റിലാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഉടനടി പ്രശ്നമുണ്ട് നമുക്ക് നാളെ തന്നെ ഡിവോഴ്സ് ചെയ്യാം എന്നൊരു പേരൻറ്റും അഡ്വൈസ് ചെയ്യില്ല. പക്ഷെ അവിടെ ഈ പെൺകുട്ടി ആക്ച്വലി എന്താണോ സഫർ ചെയ്യുന്നതെന്നുള്ളത് പറയുന്നതിലുള്ളൊരു അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ്റെ ഒരു ക്ലാരിറ്റി കുറവാണോ, അതോ അമ്മ കാണുന്നത് അമ്മയുടെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിലാകുന്നത് കൊണ്ടാണോ? കാരണം നമ്മളിപ്പോൾ റീസെൻ്റ്ലി കാണാറുണ്ട്, അവർ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തതിന് ശേഷമാണ് പേരൻ്റ് പോലും പറയുന്നത് ഇങ്ങനെയൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളൊരു തീരുമാനം അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് നേരത്തെ കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യത്തെ പ്രോബ്ലം ജനറേഷൻ ഗ്യാപ്പാണ്. ഞാൻ ചിന്തിക്കുന്നതല്ല എന്റെ മകൻ ചിന്തിക്കുന്നതാവും, അല്ലെ? എന്റെ അമ്മ ചിന്തിച്ചതായിരിക്കില്ല ഞാൻ ചിന്തിച്ചത്. ആദ്യം അവിടെ വരുന്ന ഒരു ബാരിയർ അതാണ്. അമ്മയുടെ ചുറ്റുപാടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മകള് സത്യമായിട്ടും നമ്മളൊക്കെ വളർന്ന സിറ്റുവേഷനിൽ ഞാൻ പറയാണ്, ഒരു 4 ദിവസം നമ്മളുടെ വീട്ടിൽ വന്ന് നിന്നാ ചുറ്റുപാടുള്ള ഒരു പോവാത്ത എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് പേടിച്ചിട്ടാണ് ഈ അമ്മ അത് ചെയ്യുന്നത്. അപ്പൊ ആ അമ്മ പറയാണ് ഓക്കെ കുഴപ്പമില്ല ശരിയാവും, ഞാനും അച്ഛനും ഇങ്ങനെയായിരുന്നു, എനിക്കും അച്ഛനും ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ മറ്റുള്ള ഈ കുട്ടിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് മാനേജ് ചെയ്ത് പോവായിരിക്കാം. പക്ഷെ അതിലും വലിയതാണ്, ഇപ്പൊ ദിവസവും വരികയാണ്, തല്ലാണ്, ഫിസിക്കലി അബ്യൂസ് ചെയ്യാണ്. അപ്പോ ഈ കുട്ടി അത് ഒരാളോട് തുറന്ന് പറയന്നെ വേണം. അത് അച്ഛനും അമ്മയും ഈ വിധത്തിൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് ബ്രദർ ആവാം, സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ആരെങ്കിലും ഒരാള്. ഇതൊന്നും ഇല്ലെങ്കിലാണ് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നിറയെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് എവിടെ വേണമെങ്കിൽ കിട്ടും. ഏത് രാജ്യത്തിരുന്ന് ഏത് സ്ഥലത്തിരുന്നിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് കിട്ടും. അപ്പോൾ ഒരാളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് പറയൂ. ഈ നമ്മളുടെ ആളുകളോട് പറയുന്നതിനെക്കാട്ടിലും പുറത്തുള്ളവരോട് ഒന്നും കൂടി ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം നമ്മൾ നമ്മുടെ അച്ഛനോടും അമ്മയോടും പറയുമ്പോഴോ അല്ലെങ്കിൽ സിസ്റ്ററിനോട് പറയുമ്പോഴോ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് തുറന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് പറയാൻ തീരെ പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ളവര് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിലര് സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ആളുകളോട് പറയാൻ അത്ര അങ്ങോട്ട് പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു സൈക്കോളജിസ്റ്റിനോട് പോയി നിങ്ങൾ തുറന്ന് പറയാ, ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞാൽ ഈ സൈക്കോളജിസ്റ്റ് വിളിച്ച് നിങ്ങളുടെ അച്ഛനെയും അമ്മയും വരുത്തി അല്ലെങ്കിൽ ഹൂവർ ദ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സണെ വരുത്തി അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വരുത്തി അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു സർട്ടിഫൈഡ് ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് അത് എവിടെയാണെങ്കിലും അവർക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അതായത് someone dare to ask and find out the solution നമുക്ക് വേണേൽ പറയാം അല്ലേ? കാരണം ഒരാൾ ചോദിക്കാനും അതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരാൾ മറുഭാഗത്ത് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കുറെ അധികം പ്രശ്നങ്ങൾ ബ്രൂട്ടാലിറ്റിക്ക് അവിടെ ഒരു കുറവുണ്ടാവുമായിരിക്കും. ബ്രൂട്ടൽ ആവുന്നവരെ മാറ്റിയെടുക്കാൻ വളരെ പറ്റില്ല. നമുക്ക് സൊല്യൂഷൻ അവിടെ ഒരു സൊല്യൂഷൻ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന വെച്ചാൽ അത് രണ്ടുപേരും ഇരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം അത് ഓക്കെ ആവുന്നതേ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു മാരീഡ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരം രണ്ടുപേരും എവിടെ കമ്മ്യൂണിക്കേഷൻ നിൽക്കണോ അവിടെ നിങ്ങളുടെ ലൈഫ് സ്പോയിൽ കഴിഞ്ഞു. എന്നും നിങ്ങൾ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ അത് എന്ത് കാര്യമായിക്കോട്ടെ, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ കുട്ടികളുടെ കാര്യങ്ങളായിക്കോട്ടെ, ഈ പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം അറിഞ്ഞിരിക്കണം.
ഇപ്പൊ പലയിടത്തും വരുന്ന പ്രശ്നമാണ്, ഭാര്യയ്ക്ക് അറിയില്ലേ ഭർത്താവിന്റെ കയ്യിലുള്ള ഫിനാൻസ് എന്താന്നുള്ളത്, അതുകൊണ്ട് അവര് ദൂർത്ത് ചെലവ് ചെയ്യുന്നു, അയാളെ പെട്ടുപോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതാണ്. പക്ഷെ അപ്പൊ ഭാര്യയ്ക്ക് അറിയണം എന്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ, എന്റെ കയ്യിൽ ഇത്രയാണ് സമ്പാദ്യമുള്ളൂ, സോ അതുപോലെ നീ ചെലവാക്കണം എന്നുള്ളത് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് അറിയില്ലല്ലോ, ഇപ്പൊ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ അവർക്ക് അറിയണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു മാരീഡ് ലൈഫിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അപ്പൊ തന്നെ പ്രോബ്ലംസ് തനിയെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, തനിയെ അത് വൈപ്പ് ഔട്ട് ആയി പോകും. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.